Hi loved ones, welcome to our channel. This is Gina and I am Risha. Today നമുക്കൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അൺബോക്സിംഗിലേക്ക് കടക്കാം. നമ്മൾ കുറച്ച് ബേസിക് ഐറ്റംസ് ആണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. നമുക്ക് ഒത്തിരി റിസർച്ചൊക്കെ നടത്തി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും പിന്നെ അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉള്ള റിവ്യൂസൊക്കെ നോക്കി ക്വാളിറ്റി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് മേടിച്ചിട്ടുള്ളത്. പിന്നെ ഇതിന് നമ്മൾ ഇങ്ങനെ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്താണ് ഇങ്ങനെ ചെയ്യുന്നതൊന്നും നിർബന്ധമില്ല. അത് ഓരോരുത്തരുടെ ഒരു പേഴ്സണൽ ചോയ്സാണ്. നമുക്ക് ചെറിയൊരു ആഗ്രഹം തോന്നി ഇതുപോലെ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള ഐറ്റംസ് വേണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് നമ്മൾ മേടിച്ചതേ ഉള്ളൂ. പിന്നെ നമ്മളിത് ആമസോണിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ ബോക്സ് തുറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ ചവറായിട്ട് വാരിപ്പൊലിച്ച് എടുക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വളരെ ശ്രദ്ധയോടെ നമുക്ക് കത്രികയൊക്കെ ഉപയോഗിച്ചിട്ടാണ് തുറന്നത്. ഫസ്റ്റായിട്ട് റിംഗ് ലൈറ്റാണ്. റിംഗ് ലൈറ്റിൻ്റെ കൂടെ ഒരു സ്റ്റാൻഡും കൂടി വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റിൽ നമുക്ക് ഫോൺ സെറ്റ് ചെയ്തിട്ട് നല്ല ലൈറ്റിലും നമുക്ക് വീഡിയോസ് എടുക്കാം. ഇതിനകത്ത് 3 ടൈപ്പ് ലൈറ്റ്സാണ് വരുന്നത്. ഒരു ന്യൂട്രൽ വരുന്നുണ്ട്, ഒരു വാം ലൈറ്റ് വരുന്നുണ്ട്, പിന്നെ ഒരു ബ്ലൂയിഷ് ലൈറ്റും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അടുത്തതൊരു ഗ്രനേറോയുടെ ഒരു മൈക്രോഫോണായിരുന്നു. മൈക്രോഫോൺ അൺബോക്സിങ് ചെയ്യുകയാണ്. നമുക്ക് ഈ അത്യാവശ്യം നല്ല വോയിസ് ഓവറൊക്കെ ചെയ്യുമ്പോൾ നോയിസ് കാൻസലേഷൻ ചെയ്യാനൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് 2 ടൈപ്പ് എൻഡാണ് അതിന് വരുന്നത്. ഒരു അത്യാവശ്യം ഒരു ഫറി ആയിട്ടുള്ളതും പിന്നെ ഒരു നോർമൽ മൈക്കിൻ്റെ ക്ലോത്ത് വെച്ചിട്ടുള്ളത് ഒരു മോഡലാണ് വരുന്നത്. ഇതിൻ്റെ കവർ തുറക്കാനായിട്ട് ഞാനൊന്ന് ഇച്ചിരി കഷ്ടപ്പെട്ടു. എനിക്ക് എങ്ങനെയാണ് അത് വർക്കാവുന്നതെന്ന് അറിയണ്ടായില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് അതുപോലെ മൈക്ക് വരുന്നുണ്ട്, അതിൻ്റെ റിസീവറും വരുന്നുണ്ട്. പിന്നെ മൈക്കിൻ്റെ തന്നെ 2 എൻഡും വരുന്നുണ്ട്. ഈ ഒരു ഇതിനകത്ത് കാണിക്കുന്ന പോലത്തെ ഈ ഒരു പഫി ആയിട്ടുള്ള ഒരു എൻഡും വരുന്നുണ്ട്. പിന്നെ നമുക്ക് അത് റിമൂവ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സാധനം യൂസ് ചെയ്യാം. ഇത് നമുക്ക് റിസീവറാണ് വരുന്നത്. നമുക്കിത് ഫോണിൽ കണക്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ മൈക്ക്. നമുക്ക് കൈ പിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കണക്ട് ചെയ്ത് വെക്കാം. അതിൻ്റെ കൂടെ വരുന്ന ഒരു ചെറിയ ബോക്സിൻ്റെ അകത്താണ് നമ്മുടെ ആ ഒരു കണക്ടർ വരുന്നുണ്ട്. പിന്നെ അതിലൊരു എൻഡ് അത് റീപ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു പഫി സാധനം റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരു എൻഡും കൂടി വരുന്നുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലും വരുന്നുണ്ട്. ഇത് അത്യാവശ്യം നമുക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നി. നല്ല റിവ്യൂസും ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് മേടിച്ചതാണ്. പിന്നെ അടുത്തതായിട്ട് വരുന്നതാണ് ഇതൊരു കേബിളാണ്. ഇതൊരു USB-യും പിന്നെ നമ്മുടെ ഐഫോൺ ലൈറ്റ്നിങ്ങും കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഒരു എൻഡിൽ USB കണക്ട് ചെയ്യാം, മറ്റേ എൻഡ് നമ്മുടെ ഐഫോണിൽ കണക്ട് ചെയ്യാം. അത്യാവശ്യം നമുക്ക് ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു പ്രൊഡക്റ്റാണ് ഇത്. iOS സർട്ടിഫൈഡ് ആണ്. എല്ലാത്തിൻ്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ വാങ്ങിച്ച ഐറ്റംസ് നിങ്ങൾ കണ്ടില്ലേ? ഇത്രയൊക്കെ നമ്മൾ വാങ്ങിച്ച ഐറ്റംസ്. അതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് നമ്മൾ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണ്. സോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് സ്റ്റേ ട്യൂൺ. ബൈ.